എല്ലാ പാമ്പുകളെയും പേടിക്കേണ്ട കാര്യമില്ല. സത്യത്തിൽ പാമ്പുകൾ വളരെ നിരുപദ്രവകാരികളായ ജീവികളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പ്രകൃത്യാ തന്നെ പാമ്പുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കും പ്രൈമേറ്റ്സിന് ജന്മനാ പാമ്പുകളോടൊരു ഭയമുണ്ട്. മനുഷ്യന് മാത്രമല്ല. അത് ഈ പാമ്പുകളെ പറ്റിയുള്ള എന്തെങ്കിലും കഥകൾ കേട്ടിട്ടോ അല്ലെങ്കിൽ അതിന്റെ വിഷത്തെ പറ്റി വായിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ ഒന്നും ആവണമെന്നില്ല. കുരങ്ങുകൾ, അതായത് ജനിച്ച ഒരു കുരങ്ങൻ കുഞ്ഞിനെ പാമ്പിനെ ഒന്നും കാണിക്കാതെ വളർത്തിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം അതിന്റെ മുന്നിലേക്ക് ഒരു പാമ്പിനെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് പേടിക്കും. അത്തരത്തിൽ പരീക്ഷണങ്ങൾ നടത്തി കണ്ടെത്തിയിട്ടുണ്ട്. പ്രൈമേറ്റ്സിന് ജന്മന പാമ്പുകളോട് പേടിയുണ്ട്. അത് പാമ്പുകളുടെ സേഫ്റ്റിക്കും കൂടി വേണ്ടിയാണ്. പാമ്പുകൾ കൈയും കാലും ഇല്ലാത്ത ജീവികളാണ്. ഇപ്പൊ നമുക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാളൊരു വടിയെടുത്ത് തലക്കടിച്ചു കഴിഞ്ഞാൽ കൈകൊണ്ട് തടയാം. പ്രത്യാക്രമണം നടത്താൻ നമുക്ക് കൈയും കാലും ഉണ്ട്. പാമ്പിനാണെങ്കിൽ തലയ്ക്കൊരാൾ വടിയെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ തടയാൻ കയ്യും കാലും ഇല്ല, പ്രതികരിക്കാൻ കയ്യും കാലും ഇല്ല, പ്രത്യാക്രമണം നടത്താൻ കയ്യും കാലും ഇല്ല. അതിന് വായ കൊണ്ട് മാത്രമേ പ്രത്യാക്രമണം നടത്താൻ പറ്റുള്ളൂ. അതായത് കടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഒന്ന് നിലവിളിക്കാൻ പറ്റത്തില്ല. നമ്മൾ മിണ്ടാപ്രാണികളെന്ന് പറയത്തില്ലേ? ഇപ്പൊ വീട്ടിൽ പശുവോ ആടോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു മിണ്ടാപ്രാണിയെ അതിനെ ഉപദ്രവിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്, പട്ടിണി കിടരുത് എന്നൊക്കെ പറയും. സത്യത്തിൽ മിണ്ടാപ്രാണി ആരാണ്? ഒരു പശുവിനൊരു ഞുള്ളു കൊടുത്തു കഴിഞ്ഞാൽ അത് കരയും. ഒരു പൂച്ചയ്ക്കായാലും ഒരു നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായ്ക്കുട്ടിക്കായാലും അതിന് വേദനിച്ചാൽ കരയും. പക്ഷെ പാമ്പിനെ വട്ടം ചേർന്ന് ഒരു 10 പേര് ചേർന്ന് വടിയെടുത്ത് തല്ലിക്കൊല്ലുകയാണ്. അതിന് എത്ര വേദനിച്ചാലും അതിന് കരയാൻ പറ്റില്ല. അപ്പൊ സത്യത്തിലുള്ള ഒരു മിണ്ടാപ്രാണി എന്ന് പറയുന്നത് പാമ്പാണ്.